ഏറ്റവും ചൂടേറിയ വർഷമെന്നാണ് നാസയുടെ കണ്ടെത്തൽ. റിപ്പോർട്ടുകൾ പ്രകാരം 2023 ഏറ്റവും ചൂടേറിയ മാസം ജൂലൈ മാസമാണ്. 1780 മുതലുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നാസയുടെ കണ്ടെത്തൽ. വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്കൻ പ്രദേശങ്ങളും അന്റാർട്ടിക്കൻ ഉപദ്വീപുമാണ് ഈ ചൂടിന്റെ ശക്തി അനുഭവിച്ചത്. ശരാശരി താപനിലയിൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ വർധനവ് ഈ മേഖലകളിൽ അനുഭവപ്പെടുന്നു. ഇനി വരാൻ പോകുന്ന 2024 ശക്തമായ ചൂട് അനുഭവപ്പെടുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നു. വില്ലനായത് ആഗോളതലങ്ങളിൽ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ കഴിവുള്ള എൽ നിനോ പ്രതിഭാസമാണ്. ആഗോളതലത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകുന്ന എൽ നിനോ വൻ അപകടകാരിയാണെന്ന് മുന്നറിയിപ്പ് നൽകുന്നു. എൽ നിനോ ഇന്ത്യൻ കാലാവസ്ഥയും ഗണ്യമായി സ്വാധീനിക്കുന്നുണ്ട്. മൺസൂൺ മഴ കുത്തനെ കുറഞ്ഞതോടെ കേരളം വരൾച്ച ഭീഷണിയിലേക്ക് പോവുകയാണ്. മൺസൂൺ ആദ്യ പകുതി അവസാനിക്കുമ്പോൾ സാധാരണ ലഭിക്കുന്നതിനേക്കാൾ 44% കുറവ് മഴ മാത്രമാണ് കേരളത്തിന് ലഭിച്ചത്. 2016 അവസാനമായി കേരളം എൽ നിനോയുടെ ഭാഗമായി വരൾച്ച ഭീഷണി നേരിട്ടത്. പണ്ടുകാലങ്ങളിൽ നമ്മുടെ കാർഷിക പ്രവർത്തനങ്ങൾക്ക് പ്രകൃതിയുടെ ഒരു താളമുണ്ടായിരുന്നു. നമ്മുടെ പൂർവികർ ഞാറ്റുവേലകൾക്കനുസരിച്ചായിരുന്നു കൃഷിപ്പണികൾ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്നതൊക്കെ പാടെ മാറിയിരിക്കുന്നു. ഇന്ന് കേരളത്തിന് തെക്ക് ശക്തമായ മഴയുണ്ടെങ്കിൽ വടക്ക് മഴയില്ലാത്ത സാഹചര്യമാണ്. ഇനി അഥവാ വൻതോതിൽ മഴ ലഭിച്ചാൽ തന്നെ അത് പ്രളയത്തിനും മണ്ണൊലിപ്പിനും കാരണമാകുന്നു. ഇത് കേരളത്തിന്റെ സാഹചര്യത്തെ സാരമായി ബാധിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് എൽ നിനോ, ഇത് എങ്ങനെ ഉണ്ടാകുന്നു, ഇത് നമ്മുടെ കാലാവസ്ഥയെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെ കുറിച്ചുള്ള ഒരു വർക്കിംഗ് മോഡലാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. ചക്രവാത ചുഴലിക്കാറ്റ്